വീട്ടിൽ മക്കൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷനാകുന്ന ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും. ഓലൊന്നും ഇനി ടെൻഷൻ ആവണ്ട. മക്കൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും, ഇനി മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. എത്ര കഴിച്ചാലും ബോധി തീരാത്ത, അതും നമ്മളെ വീട്ടിൽ എപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തുക്കണത്, ഞാൻ പറഞ്ഞല്ലോ മൈദയും ഗോതമ്പൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി മാത്രമാണ് കേട്ടോ, ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിക്കണമെങ്കിൽ അരിക്കുക, അല്ലാത്തവർക്ക് അരിക്കാതെയും ചെയ്യാം. പക്ഷേ ഞാനെന്താ വെച്ചാൽ മൈദ ആയാലും ഗോതമ്പ് പൊടി ആയാലും ഒക്കെ ഒന്ന് അരിച്ചെടുക്കും. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇനി കടയിൽ നിന്ന് പയക്കായിട്ടുള്ള പൊടിയാണോ, നമ്മൾ വീട്ടിലായാലും കുറച്ച് ദിവസമൊക്കെ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ റവയാണ് കേട്ടോ. വറുത്ത റവ, വറുക്കാത്ത റവ ഒക്കെ എടുത്തോളി, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ്. അപ്പോൾ അത് 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനൊരു 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ റവ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടി 1/2 കപ്പ് എടുത്താലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു പഞ്ചസാരൻ്റെ ഒരു പാനി റെഡിയാക്കി എടുക്കണം. പഞ്ചസാര വെള്ളമാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വെള്ളം ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ പഞ്ചസാര ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പഞ്ചസാര നമ്മൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണല്ലോ അല്ലേ. ശർക്കര ഒരു പക്ഷേ ഹെൽത്തിയാണ്, പക്ഷെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഗ്ലാസിൻ്റെ അളവൊക്കെ കാണിച്ചിരുന്നത്. ഈ ഗ്ലാസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഗ്ലാസ്സാണെന്ന്. നമ്മൾ സാധാരണ 200 ഗ്രാമിൻ്റെ പാലൊക്കെ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ചായയൊക്കെ സാധാരണ കുടിക്കുന്ന കുപ്പി ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് അല്ല, ഒരു ഏകദേശം നിറയാനായിട്ടുണ്ട്. ആ ഒരു കണക്കിലാണ് കേട്ടോ പഞ്ചസാര. ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുള്ള ആളുകളാണെങ്കിൽ ആ വലിപ്പമുള്ള ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സിന് പഞ്ചസാര എടുത്തോളൂ കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരം കിട്ടാൻ വേണ്ടി പാകത്തിന് ഒരു ഇതേപോലെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര, സാധാ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പഞ്ചസാര, ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര, ഏകദേശം 175 ഗ്രാമോളം പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഒന്ന് ഈ ഒരു പഞ്ചസാര ഒന്ന് ഉരുക്കി വരിക എന്നുള്ളതാണ് കേട്ടോ കാര്യം. അത്രയും മതി. ഇനി നല്ലോണം ഗരമലായേണ്ട ആവശ്യമൊന്നുമില്ല, കളർ ചേഞ്ച് ആയേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര അവിടെ റെഡി ആയിട്ടുണ്ട്. ആ പഞ്ചസാര വെള്ളത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ നമുക്കിതാ ഈ ഒരു പൊടിയിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം, 1/4 കപ്പിൻ്റെ താഴെ കണ്ട് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ വെളുത്ത എള്ളില്ല എന്നുണ്ടെങ്കിൽ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുക. ഏത് എള്ളാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പലഹാരത്തിലേക്ക് ഏറ്റവും കൂടുതൽ കളറ് ചേരുന്നത് വെള്ളമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വെളുത്ത എള്ളിട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിലിന് പകരം മുഴുവനായിട്ടും ഒരു 3 ടീസ്പൂൺ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഒരുപോലെ നെയ്യ് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുപോലെ നെയ്യ് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നെയ്യ്, അതുകൊണ്ടാണ് ഞാൻ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളെ മക്കൾക്കൊക്കെ നല്ലത് എപ്പോഴും നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ദാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ തേങ്ങ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് ചിരകിയിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ മിക്സിഡ് ജാറിൽ, ചെറിയ ജാറിലിട്ടിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നെങ്കിൽ ഇത് നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. തേങ്ങ ചിരകിയത് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ചേർക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം ശരിക്കും നമുക്കൊരു ഷേപ്പാക്കി എടുക്കാനോ ഒന്നും പറ്റൂല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങൻ്റെ അളവൊക്കെ നിങ്ങളെ വീട്ടിൽ കൂടുതൽ തേങ്ങ ഒക്കെ ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങ ഒക്കെ എടുക്കാം കേട്ടോ. കാരണം തേങ്ങ ഒക്കെ ഇതിൽ കൂടുന്നത്തോളം നമ്മളൊരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് കൂടിയേ ഉള്ളൂ.
ഈ ഒരു തേങ്ങൻ്റെ ടേസ്റ്റൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒരു അരമുറി തേങ്ങ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തേങ്ങക്ക് ഓരോരുത്തരും ഇഷ്ടം, ചിലവർക്ക് തേങ്ങൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കുക. പക്ഷെ തേങ്ങൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉണ്ടാകുക അല്ലേ? എല്ലാവർക്കും തേങ്ങൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ ഒരു തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ആ ഒരു നെയ്യും എള്ളും റവയും ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടി കാണിച്ചിരുന്നില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് ഉരുട്ടണ പരുവാവട്ടെ. അത്രയും നമ്മൾ ഇതിലേക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് പിശുക്കരുത് കേട്ടോ. നെയ്യോ ഓയിലോ ഏതായാലും ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും, 1.5 കപ്പ് മൈദ ആയാലും ഗോതമ്പ് പൊടി ആയാലും വെച്ച് ചെയ്യുമ്പോൾ 3 ടീസ്പൂണ് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കണം. അത് മസ്റ്റാണ്. അങ്ങനെ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മൾ ആ ഒരു പഞ്ചസാര ഉരുക്കിയ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. നമുക്ക് ഈ ഒരു പൊടിക്ക് കറക്റ്റ് അളവ് എന്ന് പറഞ്ഞത് 1/4 ഗ്ലാസ് ആണ് കേട്ടോ. ഇനിയിപ്പം 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് ഓരോരുത്തരുടെ പൊടിക്കും റവക്കൊക്കെ അനുസരിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കട്ടോ. അത്യാവശ്യം നല്ല തിക്ക് നല്ലതായിട്ട് തന്നെ നിൽക്കണം. പിന്നെന്താ പറയുക, ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ തളിക മാറ്റിയത് എന്തിനാ വെച്ചാൽ നമുക്കിതൊന്ന് നിവർത്തി നീട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാനാണ്. കാരണം നമുക്കിത് നല്ല മട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ റസ്കൊക്കെ കട്ട് ചെയ്യണില്ലേ ആ ഒരു രീതിയിൽ. പിന്നെ റസ്കൊക്കെ നല്ല ഇതായിട്ടാണെങ്കിലും നമുക്കിതൊന്ന് സൈഡായിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടില്ലേ? എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡ് ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുക്കണ്ടേ. അതൊക്കെ നിങ്ങളിഷ്ടം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. കാരണം ഗോതമ്പ് പൊടിയും ഒക്കെ ആ ഒരു പഞ്ചസാര നല്ല ചൂടോടെ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും പോരട്ടോ. അത്യാവശ്യം നല്ലോണം നമുക്കത് നല്ല ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്കിത് ചുട്ടെടുക്കാനുള്ള ഒരുക്കാണ് കേട്ടോ. ഇത് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. എണ്ണ കുടിക്കണ ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് എള്ളും റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും എണ്ണ കുടിക്കൂല. നല്ല ക്രിസ്പി ആയിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ട് എന്താല്ലേ. അപ്പം നമുക്ക് കാണിച്ചു തരാം. ഇത് പൊട്ടി 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 പോരും. നമ്മൾ ബിസ്ക്കറ്റൊക്കെ പൊട്ടിക്കണില്ലേ അതുപോലെ പൊട്ടി പോരും. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ല, വലിയ പണിയൊന്നുമില്ല. എല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റ കഴിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. നമ്മൾ ഈ നല്ല പോലെ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു അര മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയത്തേക്ക് മാത്രം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിന് ഉൾഭാഗമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. കാരണം അത് പെട്ടെന്ന് തന്നെ അത് ആവും. നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ വലിയ നനവോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. എന്നാലും ഉള്ളു വേവില്ല എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ചിലവർക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേവോ എന്ത് കിട്ടൂല എന്നൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരിത്തിരി സമയം വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് ഇതാ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് എത്രത്തോളം ഇത് വേവണോ അതിനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്നായി കിട്ടും. പിന്നെ ഇതുപോലെ ഒരു പരന്ന പാത്രം വെച്ച് കൊടുത്തോളൂ കേട്ടോ. പരന്നതാവുമ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് വറുത്ത് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുണ്ടുള്ള ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ അതിങ്ങനെ ഏകദേശം ഒരു 2-3 ഇടുമ്പോഴേക്കും ആ ഒരു നമുക്ക് വിചാരിച്ച രീതിയിൽ ഇങ്ങോട്ട് വറുത്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഇനി നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കുണ്ടുള്ളിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും പുള്ളിയൊക്കെ വരുള്ളൂ. അതുപോലെ നമ്മൾ നെയ്യപ്പവും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നല്ല ചെയ്യുക. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കുറച്ച് തോനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം. വലിയ ചിലവും ഇല്ല. പിന്നെ ഒരു കോഴിമുട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിക്കില്ലല്ലോ. ചായ തിളക്കണ സമയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഒരു പലതരം കേക്കുകളുണ്ടല്ലോ റവൊക്കെ ചേർത്തിട്ടൊക്കെ, അതേ ഇതാണ്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും ഇത്ര ടേസ്റ്റുള്ള കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല.
അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉൾഭാഗം സോഫ്റ്റ് ഒന്നുമല്ല, ഉൾഭാഗം നല്ല ക്രിസ്പി തന്നെയാണ്. കാരണം റവ ഇതൊക്കെ കണ്ടില്ല, നല്ല നിരിച്ചിലോട് കൂടി പൊട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സംഭവം ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുത്ത് നോക്കിയവർക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ എന്താ വെച്ചാൽ വലിയ ചിലവുമില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ല. ചില സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ പണിയാണല്ലോ അല്ലേ. ഒരുപാട് ആളുകൾ പറയാണ്ട് വലിയ പണിയുള്ളതൊന്നും വിടരുത്, സിമ്പിളായിട്ടുള്ളത് വേണം. എല്ലാവർക്കും സിമ്പിളാണ് വേണ്ടത്. അപ്പം സിമ്പിളായിട്ട് വേണമെന്ന് പറയാൻ ഇതാണ്. എല്ലാവരും ഇപ്പം സംഭവത്തിൽ എന്താണ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് മൊബൈലൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് മൊബൈലൊക്കെ നോക്കുന്ന സമയമാണ് കാര്യം. ആ ഒരു സമയം കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴേക്കും കുട്ടികളൊക്കെ സ്കൂളിൽ വരാനായി, അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പം എല്ലാവർക്കും സിമ്പിളാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇത് നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരമാണ്. അസ്സലാമു അലൈക്കും.